ಬೆಳ್ಳಿಯಾಸರന്റെ അവസ്ഥ നോക്കുമ്പോൾ ഞങ്ങളെ പള്ളിയുടെ ಹೆಚ್ಚಿನ ಅಂಶ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ 99% പള്ളിയുടെ അവസ്ഥ എങ്ങനെ പള്ളിക്ക് വന്നവണു ഒന്ന് റൗണ്ട് ഒന്ന് വൃത്തിയാക്കട്ടെ ഫസ്റ്റ് അല്ലേ എല്ലാ മതിൽക്കും 10 പാട്ടി വെച്ച് വേറൊന്നെ 10 പാട്ടി ഉണ്ടുണ്ട് ബാളക്കാർ ഒരാൾ നായി തേച്ചതുപോലെ ഒരാൾ ബൊഗ്ഗി തേച്ചതുപോലെ ഒരാൾ പൂച്ച തേച്ചതുപോലെ ഒരാൾ എറുത്ത് തേച്ചതുപോലെ ഒരാൾ മക്കളെ കുളിപ്പാട്ടൊക്കെ കാല് നീട്ടിട്ട് തേക്കുന്നത് പോലെ ഇങ്ങനെയുള്ള റൗണ്ട് പള്ളിയുടെ റൗണ്ട് മതിലൊന്ന് വൃത്തിയാക്കില്ല പിന്നെ പില്ലർ ഒന്ന് വൃത്തിയാക്കും പില്ലറുടെ അപ്പുറ സൈഡിലൊന്നോ എതിർ സൈഡിൽ ജണ്ടാൾ ഇപ്പുറ സൈഡിൽ ജണ്ടാൾ കിബിൽ അങ്ങനത്തെ ഇങ്ങനത്തെ ബിസേമയിൽ അത് ആയാൽ പിന്നെ കട്ടിലെ പിരിക്കത്തിൽ അവിടെ നാളെ എറിഞ്ഞു പള്ളിയുടെ പള്ളി നോറോടി ആൾ മാറി എറിഞ്ഞു വിട്ടു പിന്നെ പിന്നെ സമാവിടെ ചെന്നൽ പിന്നെ ലൈൻ ഇതെല്ലാം ഞങ്ങളുടെ റായത്തെ സമ്പ്രദായം. പിന്നെ ഒരാളുടെ പള്ളിയുടെ മാളിക കണ്ട് പള്ളിയുടെ മാളിക എത്തിയിട്ട് ബന്ധവർത്ത് ഫസ്റ്റ് കൊണ്ട് മാളിക അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് മാളിക അവിടെ പഠിച്ചിട്ട് പണി എന്തേ കയ്യിൽ മൊബൈൽ ചാറ്റിങ്ങും മീറ്റിങ്ങും കുത്തുപത്തിന് കതുക്കാമസലത്ത് ഉറക്കാത്തായത് സമയത്ത് അനുബന്ധികൾ തെച്ചിട്ട ബാക്കി ഇങ്ങനത്തത് കൊറിയ ഇനി പള്ളിയുടെ ബാക്ക് സൈഡിൽ വന്നവണോ കുറെ ബാലക്കാർ അവസ്ഥ എന്തേ കയ്യിൽ മൊബൈൽ പിടിച്ചത് ഓൺലൈനിലേക്ക് എടുത്ത് വന്നിട്ട് പറത്തത്തെ പള്ളിയിൽ വന്നിട്ട് തെച്ച ഉൾക്കത്തെ പള്ളിയിൽ കാലി ജാഗ്രത പറത്തത്ത് വന്നിട്ട് തെച്ച അവിടെ വെച്ചിട്ട് ലാസ്റ്റത്തോളം ഇതെല്ലാം കൂലി കിട്ടുക പള്ളിക്ക് വേണ്ടി നേരത്തെ സന്തപാട്ട് ആരെങ്കിലും എന്തെങ്കിലും ചൊല്ലൊരു പള്ളിക്ക് പോകത്തവണ നാളെ പൊതുവളക്കറി അവനൊക്കെ പെണ്ണ് പള്ളി ജുമാത്ത സമയത്ത് പോകാനുള്ള ലൈക്ക് വന്നിട്ട് പള്ളിക്ക് പോകേണ്ട ക്രമം എങ്ങനെ ഇമാവിടെ നേരെ ബാക്ക് സൈഡിൽ തെല്ല് വളത്ത് ഭാഗത്ത് കയറ്റി ഇമാവിടെ നേരെ ബാക്ക് സൈഡിൽ ഫസ്റ്റ് പോയി തീക്കണം പിന്നെ ഇടത്ത ഭാഗത്ത് തീക്കണം പിന്നെ വളത്ത ഭാഗത്തിൽ പിന്നെ ഇടത്ത ഭാഗത്തിൽ പിന്നെ വളത്ത ഭാഗത്തിൽ പിന്നെ ഇടത്ത ഇങ്ങനെ രണ്ട് ലൈനും രണ്ട് ഭാഗം ഒരേപോലെ ഫില്ലാക്കിക്കൊണ്ട് പോകണം ഒരു ലൈൻ മാത്രം ഭർത്തിയാക്കി പോകേണ്ടതല്ല രണ്ട് ലൈൻ ഒരേ രണ്ട് ഭാഗവും ഒരു ലൈനുടെ രണ്ട് ഭാഗവും ഇമ്മയുടെ ബളത്തെയും ഇടത്തെയും ഭാഗം ഇമ്പറുടെ ബളത്തെയും ഇടത്തെയും ഭാഗം ഫുള്ള് ഓരോ ആളിങ്ങനെ ഫില്ലാക്കിയിട്ടുണ്ടെങ്കിൽ അകലാക്കിയിട്ട് പോടും അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സപ്പിൾ തേക്കണോ നടുള് വന്ന് തേക്കണോ രണ്ടാമത്തെ സപ്പിൾ പിന്നെ വന്നണോ അവന്റെ വളയട ഇങ്ങനെ ഫില്ലാക്കിയിട്ട് പോടും ഒത്തരക്കിടുന്ന ക്ലിയർ സപ്പ് അത് റഹ്മത്ത് അനുഗ്രഹീത ഞങ്ങളുടെ റായത്തിൽ അങ്ങനെ നടക്കടാ എന്റെ ഉസ്താദ്മാർ എല്ലാ വെള്ളിയാസും ചെന്ന് പേടിഞ്ഞു പോണ്ട് ഞങ്ങൾ ആൾമാർ ഇങ്ങനെ സുധാറില്ല സുധാർ തയ്യാറായി ഞങ്ങൾ അഞ്ചണേ നാണൂടമേ നന്റെ പിള്ളർ പണ്ട് നന്റെ ഉമ്മ പെത്തപ്പ നേരച്ചാക്കിട്ട് ഈ പിള്ളർ നിക്കുള്ളതിലുണ്ട് ചാവടോട് ആ പിള്ളറിൽ പള്ളിയിൽ ആളിക്കട്ട് ഇല്ലാണ്ടിക്കല്ല ആ പിള്ളർ ഇതെല്ലാം ബദലാവണാക്കണോ ഇത് ഇസ്ലാമിന്റെ സംസ്കൃതിക്ക് വിരുദ്ധ 1000 ചൊല്ലോ ഇന്നൊക്കെ നോക്കാം ഇന്ന് വിളിക്കാറൊന്നുമില്ല ഇങ്ങനെ അപ്പോ വിഷയതല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുസുന്നത്ത് റിട്ടേൺ പോവാണ്ട് രക്ഷപ്പെടുക സാധ്യയില്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് പഠിപ്പാട്ട പവിത്രമായ കേന്ദ്രല്ല മദ്രസ നിന്റെ മക്കൾക്ക് ചെറിയ വയസ്സിലെ 5, 6 വർഷം 7 വർഷം ആകുമ്പത്തേക്ക് എങ്ങനെ മുടി വെയ്ക്കണോ എങ്ങനെ താടി വെയ്ക്കണോ താടി പറാത്തെ മീശ പറാത്തെ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കൊടു മീശ എങ്ങനെ വെയ്ക്കണായത് താടി എങ്ങനെ വെയ്ക്കണായ ഉഗ്രപ്പെടുക്കണോ എങ്ങനെ എടുക്കണോ എന്താസ് എടുക്കണോ അത് പഠിപ്പാട്ടി ടോയ്ലറ്റിക്ക് എങ്ങനെ പോണോ പറഞ്ഞോ അത് പഠിപ്പാട്ടി കൊടുത്തു ഉറങ്ങുമ്പോ എങ്ങനെ എണിക്കുമ്പത്തേക്ക് എങ്ങനെ പഠിപ്പാട്ടി കൊടുത്തു കണ്ണാടി നോക്കുമ്പത്തേക്ക് എന്തിനു ചെല്ലണോ നിന്റെ മക്കൾക്ക് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പിന്നെ ഉസ്താദന്മാർ ബൈപ്പാട്ടാക്കിയറ് തലയുടെ മുടി എങ്ങനെ കട്ടാക്കണം ഉസ്താദുമാർ ബൈപ്പാട്ടാക്കി കൊടുത്തറ് അതെല്ലാം പരീക്ഷയുടെ ടൈമുള്ളൂ നിന്റെ മക്കത് എന്തെല്ലാം എഴുതിയറ് ബൈപ്പാട്ട് എഴുതിയറ് മക്കൾക്ക് ഗുന്തുണ്ട് ഒരു മുസ്ലിമുടെ ജീവനെ എങ്ങനെ ദൈനംദിന ദിനചര്യ എങ്ങനെ ചെന്ന് കിടാവ് ഗുന്തുണ്ട് അവന് എഴുതിയ ഫസ്റ്റ് റാങ്ക് എടുത്ത 5ാം ക്ലാസ്സിൽ പ്രസന്റേഷനും സർട്ടിഫിക്കറ്റും 7ടെയും സർട്ടിഫിക്കറ്റും നാളെ കൊടുക്കുകൊണ്ടു എന്തിനാ സർട്ടിഫിക്കറ്റ് ചെന്നെങ്കിൽ അതൊരു ബർക്കത്ത് മാത്രം ഉള്ളതല്ല നിന്റെ മോണ് ഒരു മുസ്ലിമായിട്ട് എങ്ങനെ ജീവനം നടത്തണോ ചെന്നിട്ടു സമ്പൂർണ്ണ പഠിച്ചിട്ട് പാസ്സായിട്ട് റാങ്ക് എടുത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിടത് അവനക്ക് കൊണ്ടുണ്ട് എങ്ങനെ പറങ്ങണോ എങ്ങനെ എണിക്കണോ എങ്ങനെ കുളിക്കണോ എങ്ങനെ ഹൈല് കുളിക്കണോ എങ്ങനെ നിഫാസ് കുളിക്കണോ എങ്ങനെ മയ്യത്ത് കുളിപ്പാട്ടണോ എങ്ങനെ ജനാബത്ത് കുളിക്കണോ എന്തെല്ലാം രൂപത്തിൽ എപ്പോഴുള്ള സുന്നത്ത് കുളിയുണ്ടോ എപ്പോഴുള്ള ഒളിവ് എടുക്കണോ എല്ലാം പഠിച്ചിട്ട് പാസ്സായി എല്ലാം പഠിച്ച സർട്ടിഫിക്കറ്റ് ആയിട്ട് നാളെ നിന്റെ മക്കൾക്ക് കിട്ടുക പോണ്ടത് മോളെ പെങ്ങളെ പെണ്ണുങ്ങളെ
നിന്റെ മക്കളെ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ അർഹതയുടെ കാട്ടുക നീ ബുഡ്രടി മോള്. നിന്റെ ബിരുസത്തെ ബാപ്പന്മാരെ നിന്റെ മക്ക പരിശുദ്ധ ഇസ്ലാം പഠിച്ചതനുസരിച്ച് ജീവനെടുത്തൊക്കെ നീ അനുമതി കൊടുക്കണേ ഇല്ലല്ലേ? നിന്റെ മക്ക ദീന് പഠിക്കണത് നീ നിന്റെ മക്കളെ ദീനോട് കൊന്നോണ്ടുള്ള ഉസ്താദ് പടിപ്പാട്ടിത് മുടി മുണ്ടത്തെ പിടിച്ചിട്ട് നെറ്റിനെ പിടിച്ചിട്ട് പെരടിനെ കൊടുത്തുള്ള ഒരേ പോലെ കട്ടാക്കണോ? യാരെ കൊറടിയാ കുതീറ പെരടിനെ കീഴ് കാണാൻ മുടി ബൂള കുതീറ. ഈ രൂപത്തിൽ ഒരേ രൂപത്തിൽ മുടി ചെറുതാക്കണോണ്ട് ഉസ്താദ് പടിപ്പാട്ടിത്ത് ആ ചെറുക്ക വന്നിട്ട് പള്ളി നിസ്കരിച്ചോണ്ടുണ്ടോ ടൊപ്പി വെച്ചിട്ട് സുജൂദിനെണിക്കുമ്പോ തൊട്ടൊപ്പി കീഴ് പോന്തു. ഉസ്താദ് പിറകു നോക്കണ സന്ദർഭത്തില് തന്റെ പെട്ടാണ് പടിപ്പാട്ട് ശിഷ്യയുടെ തലല് തൊപ്പിയില്ല. തല നോക്കണ സന്ദർഭത്തില് കുറെ മക്കളുടെ അവസ്ഥ നോക്കൂ. തല നോക്കുന്ന സന്ദർഭത്തിൽ കക്കൂസുകളുടെ ബ്രഷ് പോലെ ഡൊങ്കൂടെ ബ്രഷ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കക്കൂസുകൾക്ക് എടുത്ത് പെണ്ണിങ്ങ അങ്ങനെ ഉണ്ടോ? തലമുടി കട്ടാക്കിയ ചന്ത നടുവ് മാത്രമേ അങ്ങനെ ഏതോ ഒരു ഈ മുള്ളു പന്നി ഷെൽഡറല്ലേ കാട് പന്നി ഷെൽഡർ പിടിവീച്ച് കൊള്ളിടർ അങ്ങനെ കണ്ടുകൊണ്ട് തല അറേ ഉസ്താദിന്റെ ശിഷ്യ നിന്റെ മോണും അവനക്ക് സർട്ടിഫിക്കറ്റ് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പാസ്സായ അറുക് ഇസ്ലാമിക്ക് വിരുദ്ധമായ പിക്ചർ ആക്ടർമാരും ക്രിക്കറ്റ് പ്ലെയർമാരും ഫുട്ബോളും വോളിബോളും പ്ലെയർമാരും വെച്ച് ആ നാടകത്തെ ഹറാമായ മുടി വെച്ച് അവനക്ക് സർട്ടിഫിക്കറ്റ് ഇസ്ലാം അല്ലേ? ഇതാറ് ഉസ്താദ്മാർ മുടിയുടെ പാത്രമാ അല്ലേ? ഉസ്താദ് ചെന്ന രൂപത്തിൽ മുടിയെടുക്കുക മോണ് തയ്യാറുള്ള അബ്ബ വിടില്ല, അബ്ബകത് ചന്ത കാണ്ടില്ല. ഉസ്താദ് ചെന്ന രൂപത്തിൽ ഡ്രസ്സിലൊക്കെ മോണ് റെഡിയുള്ള അബ്ബ തയ്യാറല്ല. നിന്റെ പിറുസത്തെ സഹോദരി നിന്റെ പിറുസത്തെ മോളെ 7ാം ക്ലാസ്സും 8ഉം 9ഉം 10ാം ക്ലാസ്സിലൊക്കെ നിന്റെ മോളെ കടത്തിയോണ്ടുള്ള ദർസക്ക് പണ്ട സന്ദർഭത്തിൽ പൂർണ്ണമായിട്ടും ഔറത്ത് മറന്നിട്ട് കൈയുടെ മുങ്കൈ തോള ഫർദയിട്ടിട്ട് മാത്രല്ല മുഖം മാത്ര കാണ്ട രൂപത്തില് തലയുടെ മുടി കാണാണ്ട് പെരടി കാണാണ്ട് കൽത്ത് കാണാണ്ട് കാള് കാണാത്ത രൂപത്തില് സമ്പൂർണമായിട്ടും ഔറത്ത് മറക്കട രൂപത്തിൽ നിന്റെ മോളെ മദ്രസക്ക് നല്ല രൂപത്തില് കടത്തര്. നിന്റെ മക്കച്ചെന്ന് ഉസ്താദ്മാർക്ക് വലിയ പിരിസ സ്വന്തം മക്കളെ പോലെ. എന്ത് ദീനയുടെ സംസ്കൃതി, എന്ത് നല്ല സ്വഭാവ, എന്ത് ചന്തകാണ്ട് പെണ്ണിന്റെ ഡ്രസ് കാണുമ്പോൾ അല്ലാഹുടെ പേടിക്കട രൂപത്തിൽ വസ്ത്രധാരണാക്കട പെണ്ണ് നല്ല കുടുംബായിട്ടിക്കോ, ഓളെ ഉമ്മ നല്ലവളായിട്ടിക്കോ, ബാപ്പ നല്ലവളായിട്ടിക്കോ. ഉസ്താദ്മാർ തപ്പ് പേരിച്ച് പോയറ് തപ്പ് പേരിച്ചില്ല, ഉസ്താദ്മാർ നേര് പേരിച്ചില്ലല്ലേ. ഓളെ ഹണ പറകുന്താവണെങ്കിൽ ഈ ദർശക പണ്ട സ്വാലിഹത്തായ പെണ്ണയുടെ ഉമ്മയുടെ ഹണ പറകുന്താവണോണ്ട് കണ്ടെങ്കിൽ വിദ്യാണ്ട് സുബൈ ഉസ്താദ് ബെൽത്തങ്കടിക മൈക്കാൽത്തുക പോകു വേണായിട്ട് ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തില് ഇന്നലെ ദർശക പൂർണ്ണ ഔറത്ത് മറച്ചിട്ട് ദീനിയായ വസ്ത്രധാരണം ധരിച്ച പെണ്ണ് തൊക്കുളുടെ അടിത്തോളം മൂലാഞ്ചി വീഴ്ചിട്ട് തൊക്കുളുടെ അടിത്തോളം കാണുന്ന രൂപത്തിൽ പാതി ഡ്രസ് ഇട്ടുകൊണ്ടു ഏതോ പിറാത് നായി മേളുക പോകുന്നത് വല്ല കീറി പറഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് തല കൊടുക്കേണ്ട ശാല സമയത്ത് ഇല്ലാണ്ട് മുടിയുടെ വിവിധ രൂപത്തിൽ വർണ്ണനാക്കിയിട്ട് മുടിയുടെ വിവിധ രൂപത്തിൽ വിന്യാസാക്കിയിട്ട് നാണം കെട്ട പിക്ചർ ആക്ടറുടെ പോലെ ഹീറോയിനെ പോലെ കണ്ട് ആപ്പനയുടെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തോണ്ടുള്ള ആള് ഉസ്താദ് നമ്പീര് ഓളുമ്മ നല്ലവളുണ്ട്, ഓളുമ്മ എങ്ങത്തവളുണ്ട് എന്തിരെ ബസ് സ്റ്റാൻഡില്ല അല്ല ചുറ്റുഭാഗത്ത് സ്കൂൾക്ക് കോളേജ് പോകുമ്പോൾ നോക്കണം മക്കളെ അവസ്ഥ. നാട്ടക്കല്ലേ ഒരു ഭാഗത്ത് ഒരു മുഖം നല്ല മുഖം, ഇന്നൊരു മുഖം പിടക്ക് മുഖം, സീക്ക് പിടിച്ച പേര് അത് സ്വർഗത്തേക്ക് പോണ്ടില്ല. കൽബുക്ക് സീക്ക് പിടിച്ചിട്ട് നന്നാവുക നല്ലാവുക നിന്റെ മക്കളെ നിങ്ങൾ വിടല്ലേ വേണ്ട. ഞാൻ നിങ്ങളുടെ ഇന്നൊന്ന് കേൾക്കറേ ബേജാറാക്കേണ്ട ആരെയും പറയിടല്ല, ബേജാറാക്കിരണ്ട ദയവ് ചെയ്ത്. യാഥാർത്ഥ്യ 8ാം ക്ലാസ് 7ാം ക്ലാസ് പാസ്സായ പെണ്ണുമക്കുക ആണുമക്കുക യാസിനത് ബണ്ട 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിന്റെ മോണുക ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അർത്ഥവും ബണ്ട ആ കിടാവ് പിന്നെ ടോയ്ലറ്റും ബാത്റൂമും ഒരു നാളും അധികൃത നിന്റെ മക്ക വറങ്ങട സന്ദർഭത്തിൽ ഊതു എടുത്തിട്ട് വറങ്ങട ക്രമം ഉണ്ടാ ഇല്ല. കുറെ ആളുകളെ ഉസ്താദ് മാറങ്ങനെ മങ്ങ പരിപാടിയില്ല. ഞങ്ങളുടെ തലക്ക് ഉസ്താദ് തലക്ക് സുലാഭത്തിലിട്ടാൽ അല്ല എല്ലാം കേസ് ഉസ്താദ്മാർ പഠിപ്പില്ല. ഈ വർഷം ഉസ്താദ്മാർ പഠിപ്പില്ലാണ്ട് ഉസ്താദർ ബദലാക്കണം. ഉസ്താദാവല്ല സുലാഭത്തിൽ ആവത്ത് ഉസ്താദല്ല നീണാവത്തെ നീന് സമയില്ല. നീ രാജനാമ വെച്ചിട്ട് നിന്റെ ആൾക്ക് നിന്റെ കൊണ്ടാവല ഈ പണി എന്തുകൊണ്ടിട്ട് ഉസ്താദ് സമമുള്ളർ ആ 7 ഗಂಟೆ 8 ಗಂಟೆ
7 ಗಂಟೆ 8 ಗಂಟೆത്തോളം ചിലപ്പോൾ സൂര്യോദയ ആകുമ്പോൾ ലേറ്റ് ആവും. കുറെ പ്രായത്തിൽ 6:30 ഗಂಟೆയുടെ 8 ಗಂಟೆത്തോളം, കുറെ പ്രായത്തിൽ 6:15 7:45 ഏതും ആവട്ടോ 6:30 ഗಂಟೆ 7 ഗಂಟೆക്ക് ദർസ് തുടങ്ങിടും അല്ലേ. 7 ഗಂಟೆക്ക് ദർസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 7:30 ഗಂಟೆത്തോളം മക്ക വന്നോണ്ടിരിക്കും. ഉസ്താദ് സിയാറത്ത് ഉസ്താദ് മരിച്ചിറ ഉണ്ടാട്ട് നോക്കാം ഒന്നും 7:30 ಗಂಟೆ 7:45 ഒന്ന് അപ്പുറത്തെ ഡോറിൽ ഇഞ്ഞ് പോയിട്ട് ഇന്നൊന്ന് ഇപ്പുറത്തെ ഡോറിൽ ഇഞ്ഞ് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയിട്ട് 7:15 7:45 എന്താ 7 ഗಂಟೆಗೆ തുടങ്ങിയിട്ട് 7:30 ಗಂಟೆത്തോളം വന്നോണ്ടിക്കട് 7:45 ഭർത്താവ് തുടങ്ങി. എന്തൊക്കെ ഇംഗ്ലീഷ് മീഡിയമിന്റെ റിക്ഷ ബണ്ട് ഉസ്താദ്, ഇംഗ്ലീഷ് മീഡിയമിന്റെ ബസ് ബണ്ട് ഉസ്താദ്, ഇംഗ്ലീഷ് മീഡിയമിന്റെ കാർ ബണ്ട് ഉസ്താദ്, 8:15 ഇംഗ്ലീഷ് മീഡിയമിന്റെ ബസ് ബണ്ട്, 7:55 ഇംഗ്ലീഷ് മീഡിയമിന്റെ ടിപ്പർ ബണ്ട്, ജെസി ബണ്ട്, ഹിറ്റാജി ബണ്ട്, ഫ്ലൈറ്റ് ബണ്ട്, ട്രെയിൻ ബണ്ട്, ഓരോന്ന് ഭർത്താവ് തുടങ്ങിയത്. മദ്രസ കാലി ദർസ് കുടുംബത്ത് ടാണ ബെല്ലടിക്കുമ്പോൾ 40 മക്കൾ ഇന്നവിടെ 4 മക്കളെ കണ്ടു. നിന്റെ മക്ക ഉസ്താദിന്റെ കയ്യിൽ എത്ര ഗಂಟೆക്ക് ഇടിച്ചുള്ളൂ? 1/4 ഗಂಟೆ 1/2 ഗಂಟೆക്കില്ല. ഒരു പീരീഡ് ഒരു ഉസ്താദ് ഒരു നേരം 3 പീരീഡ് പഠിപ്പാട്ടും. ഒരു പീരീഡ് ചെന്ന് 3/4 ഗಂಟೆ 2.25 ഗಂಟೆ പഠിപ്പാട്ടും. 3 പീരീഡ് വേണ്ട. 40 നിമിഷത്തെ പോലെ കണ്ടെങ്കിൽ 2 ഗಂಟೆ കിട്ടണം. ഒരു കിടാവ് ഓത്തു 40 നിമിഷത്തെ പോലെ 2 ഗಂಟೆയുടെ ഓത്ത് മിനിമം കിട്ടും. വേണ്ട ഉസ്താദ് ചെന്ന പോലെ 7 ഗಂಟೆക്ക് തുടങ്ങി 8:30 ഗಂಟೆ 1.5 ഗಂಟೆ ഓത്ത് കിട്ടാ. ഉസ്താദ് പഠിപ്പാട്ടൊക്കെ നിങ്ങളെ മക്കളെ കടത്തി കൊടുക്കൂടാ. ഓടി മൂടി ഇംഗ്ലീഷ് മീഡിയം ആയിട്ട് വേഗ ഓടിയും പറഞ്ഞോടൂ. ഇന്ന് കടത്തല ടൈമിൽ വേഗ കടത്തോറ അതും കടത്തല. ഒരു 1/4 ഗಂಟೆ 1/2 ഗಂಟೆಲಿ 2.5 ഗಂಟೆയുടെ ഓത്ത് എങ്ങനെ പഠിപ്പാട്ട് ചൊല്ലുറുള്ള എങ്ങനെ പഠിപ്പാട്ട് ഉസ്താദ് കലക്കിട്ട് ബീത്ര ബസ് കാണാൻ ഉസ്താദ് എന്തെങ്കിലും പണ്ടത്തെ ഉണക്കേച്ചോ ഒലക്കെ നെല്ല് കുത്തരുത് അതൊക്കെ ഉപ്പുമുടെല്ലാം കുത്തിയിട്ട് എല്ലാം പൊടിയാക്കിയിട്ട് കലക്കിട്ട് മക്കൾ കൂടി പാട്ടി കടത്താൻ തരട്ടെ. ഈ സുബിക്ക് വന്നേ അതങ്ങനെ അക്കടുത്തല്ല. അത് പഠിപ്പാട്ട് സമയം എവിടെ നിങ്ങൾ ദൂഷണാക്കിട്ടല്ല ഞങ്ങളെ പരിസ്ഥിതി അങ്ങനെ ആയിരു. സ്കൂൾക്ക് നിങ്ങളെ മക്ക 8:30 ഗಂಟೆಗೆ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്ക സ്കൂളിലെ പണ്ട് 4.5 ഗಂಟೆ 5 ഗಂಟೆಗೆ കനിഷ്ഠ പക്ഷത്തിൽ മിനിമം നിന്റെ മക്ക 6.5 ഗಂಟೆ 5.5 ഗಂಟೆ മക്കൾക്ക് ഓത്തു സ്കൂളിൽ അല്ലേ. അവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടു. അതുകൊണ്ട് 2ാം ക്ലാസ് 3ാം ക്ലാസ് പോകുമ്പോഴത്തേക്കും മക്ക ഇംഗ്ലീഷ് പളക്ക പറയൂ തുടങ്ങി, കന്നഡ പളക്ക പറയൂ തുടങ്ങി. 10 വർഷം പഠിച്ചിട്ട് മോണി അറബി പളക്ക പറയൂ പണ്ടില്ല. ഈ 1/4 ഗಂಟೆಲಿ എന്തുള്ള ഉസ്താദ് പഠിപ്പാട്ട ചെല്ലു നീനൊന്നു 6 ಗಂಟೆ അവിടെ പഠിപ്പാട്ടിൽ ബറവ് പുരുഷത്തിലെ കിടാവ് 5 ഗಂಟೆ ഈറായത്തുള്ള അങ്ങനത്തെ ഒരു ഹാവളി ഉണ്ടാണ്ട് ഗൊന്തുള്ള വിരാന്തുണ്ടാണ്ട് തെരിയല മക്കൗത്ത് ബറവ് പുരുഷത്തിലെ കുറെ സിറ്റി ഏരിയത്തിലല്ല വന്നപുറത്ത് ഒരു കയ്യിൽ കയൽ അല്ലേ ചമച്ച കയൽ കരിവിത്ര കയൽ പിടിച്ചോണ്ട് ഉമ്മ പിന്നൊരു കയ്യിൽ മാച്ചുള്ള ചുറ്റി പിറകെ ഇങ്ങനെ പിടിക്കിട് കിടാവ് ഉണ്ടിട്ട് ഉണ്ണോക്ക് തിന്നോക്ക് എന്തെങ്കിലും കൊടുത്തു മാച്ചുള്ള ചുറ്റി പോണ്ടയില്ല ട്യൂഷൻ പട്ട ട്യൂഷൻ കൊടുത്തിട്ട് 2 ഗಂಟೆ ട്യൂഷനിൽ പോയിട്ട് എന്തിർത്തെ ഖുർആൻ പഠിപ്പാട്ടൊക്കെ ട്യൂഷൻ അല്ല, ഫാത്തിഹ പഠിപ്പാട്ടൊക്കെ ട്യൂഷൻ അല്ല. ബദൽ ഇംഗ്ലീഷ് പഠിക്കുക വേണ്ടിട്ട് 6 ഗಂಟೆ പഠിച്ചത് ഇന്നോർക്ക് പഠിപ്പാട്ടൊക്കെ വേണ്ടിട്ട് 2 ഗಂಟೆ പോയിട്ട് ട്യൂഷൻ പാട്ടി 700 800 1,500 പതുക്കെ ചെലവ് ബേറമേ തിങ്കളിൽ എന്ത് ഇൻട്രസ്റ്റ് മക്കളെ പഠിപ്പാട്ടു അല്ലാഹുടെ ദീന പഠിപ്പാട്ടു ഉസ്താദിനെ മുട്ട ഒരു 1/4 ഗಂಟೆ ദൈപ്പാട്ടു പുരുഷത്തില്ല അല്ലേ. അവിടെ ഉടറായത്തെ വന്തിക്കെല്ലാം ഞാൻ കേൾക്കില്ല നമ്മളെ ബറാബറിക്കു. കാരണം കൊറിയ ഉസ്താദ്മാർ യാറെ മൊഹല്ലത്തങ്ങുള്ളത് പടച്ചറവ് ധാരാളം അനുഗ്രഹം ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ എന്നും കൊറടിയാക്കിയിട്ട് ഇക്കല ചന്ദ്ര പേരിക്കട എന്തുകൊണ്ട് നിങ്ങൾ സ്കൂൾക്ക് കൊടുക്കുന്നതിന് 10 ഉറംശ കൊടുത്തേക്കും നിന്റെ റായത്തെ പള്ളി. ഒരു തിങ്ങളുടെ ഒരു ടിവി ഒരു തിങ്ങൾക്ക് നിന്റെ മോളെ മൊബൈലിൽ റീചാർജ് ഒരു നാള് നിന്റെ ബൈക്കും കാർക്ക് പെട്രോളിന്റെ പൈസ തിങ്ങൾക്ക് കൊടുത്തെങ്ങമൈ നിന്റെ റായ അഭിവൃദ്ധിയാക്കട് ഉസ്താദ്മാർക്ക് നീ ബെമ്പള തെല്ല് സമയ ഉസ്താദർ മുട്ട നിന്റെ മോണ ഉസ്താദ് 1 ഗಂಟೆ ദർസിൽ ദയിക്കണം. അത്ര നേരം പഠിപ്പാട്ട് ചെന്നു തെല്ല് നേരെ വേഗം മക്കളെ കടത്ത ഇത് ഉമ്മ മേണിക്കട 8:30 ഗಂಟೆಗೆ പിന്നെ 7:30 ഗಂಟೆಗೆ കിടാവ് അങ്ങനെ പോയിട്ട് എത്ര ചൊല്ലുറോളാം അങ്ങനെ ചുമ്മുണ്ട് സീമിത സമയത്ത് നിന്റെ മക്കൾക്ക് അത്രയും പഠിപ്പാട് വലിയ ബിസി. അത് പടച്ചുറപ്പുസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കും തമ്പുരാനെ. അത് മുസ്താദിനെ പോലത്തെ ആള് പണ്ടേതൊക്കെ പരിചയം ആള് താൽമൈന നല്ല സ്വഭാവശൈലി റായത്തെ അഭിവൃദ്ധി എന്തു ആക്കുതീറും 61 തിന്നാള്. അതുകൊണ്ടല്ലേ ചുമ്മ ബാക്കിയായത്. അള്ളാഹു ഇന്നും ധാരാളം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതുമാവട്ടെ ബിസിയ മനുഷ്യരെ അള്ളാഹുടെ ദീനയുടെ ഒളിക്കൊക്കെ നോക്കണോ പുറത്തോ പൊളിക്കൊക്കെ നോക്കണല്ല. പാലക്കാട് പള്ളിക്ക് അവല് വക്ത് എല്ലാ ജമാഅത്തും പടച്ച തമ്പുരാന്റെ പള്ളിക്ക് കൊണ്ടതുപോലെ എന്റെ പെരുസത്തെ പെങ്ങളെ
റസൂൽ ഉസ്താദുമാർ പഠിപ്പാട്ടിയതുണ്ടല്ലോ നിന്റെ മക്കോ, അത് നിന്റെ മക്ക ആക്കിടറാട്ടൊന്നത്തില്ല നോക്കൂ തീരെ എനിക്ക്. നിന്റെ മോള് ടോയ്ലറ്റും ബാത്റൂമൊക്കെ പോണ്ട സന്ദർഭത്തിൽ തല മറന്നിട്ട് ഷാലിട്ടിട്ട് പോയിടല. നിന്റെ മോള് ബാത്റൂമൊക്കെ പോണ്ട സന്ദർഭത്തിൽ തലക്ക് ടൊപ്പിട്ടവളെ മൂത്ത് കെട്ടിടണ. ടോയ്ലറ്റ് ബാത്റൂം പോണ്ട വിസപ്പെട്ടു നിസ്കരിക്കും പള്ളി വരുമ്പോഴത്തേക്ക് കുറെ ടൊപ്പി പൊട്ടിട്ട് ചട്ടി അയക്കില്ല. ഇങ്ങനത്തെ പരിസ്ഥിതി അവസ്ഥ അല്ലേ? അതിൽ അകത്തില്ല കൊറിയാൾ. ടോയ്ലറ്റ് ബാത്റൂം പോണ്ട സന്ദർഭത്തിൽ ശൈത്താൻ എത്ര ഉപദ്രവം ഇല്ലാണ്ടാവുക തലമറക്കണോ? പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടി കൊണ്ടുണ്ടോ? നിന്റെ മോള് തലമറക്കടല. ഉറങ്ങട സന്ദർഭത്തിൽ ബിസ്മിയും ഹംദും സ്വലാത്തും അതെല്ലാം ചെന്നിട്ട് അതേപോലെ ഒരു സൂറത്ത് ഖുർആനുടെ സൂറത്ത് ഓതിട്ട് കുറെ ദിക്ർ തസ്ബീഹ് ചെന്നിട്ട് കിടക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് നിന്റെ മക്ക അതങ്ങനെ ആക്കിയോണ്ടുള്ളറാ. 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയെങ്കിൽ ഒരു ജുസു ഖുർആൻ ഖത ഇടി ഓതിയതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പാട്ട് അത് ഓതിട്ട് നിന്റെ മക്ക കിടക്കിടറ. 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിട്ട് നിന്റെ മക്ക കിടക്കിടറ. എന്തല്ല ഇല്ല മനുഷ്യരെ പഠിക്കും പഠിപ്പാട്ടും എന്തെങ്കിലും നിങ്ങളെ ജീവനത്തിൽ അളവടിക്കാക്കുക നിങ്ങൾ പ്രയത്നാക്കണമാ. ചിന്തനാക്കണായ വിഷയ മുസ്ലിമേ, നിങ്ങളെ സ്വഭാവത്ത് നിങ്ങളെ ചെറുപ്പിലോ അതേപോലെ നിങ്ങൾ ഇട്ട ഡ്രസ്സില് നിങ്ങളെ ജീവന പദ്ധതിയിൽ അല്ലാഹുവിന്റെ ദീനിനെ പൂർണ്ണമായിട്ടും ഫോളോപ്പാക്കുക പ്രയത്നാക്കണം. കേട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതെങ്കിലും ഒരാൾ നിന്റെ സുന്നത്തിനെ ഹയാത്താക്കിയെങ്കാ, നിന്റെ സുന്നത്തിനെ അളവടിക്കാക്കിയെങ്കാ പടച്ച തമ്പുരാനവന്റെ ഖൽബിൽ അല്ലാഹു പ്രകാശത്തെ കൊടുക്കടാ. തങ്ങളെ സുന്നത്ത് അളവടക്കാക്കെങ്കിൽ അവന്റെ ഖൽബിൽ അല്ലാഹു ഈമാൻ കൊടുക്കടാ, പ്രകാശത്തെ കൊടുക്കടാ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൾമാരെ ഖൽബിൽ ഈ മനുഷ്യന്റെ മേൽ അല്ലാഹു മുഹബ്ബത്ത് ഇട്ട് കൊടുക്കടാ, ഫിർസത്ത് ഇട്ട് കൊടുക്കടാ. ആൾമാർ ഖൽബിൽ അല്ലാഹു തആല സുന്നത്തായ കർമ്മ ആക്കട മനുഷ്യന്റെ മേലിന്റെ ഖൽബിലെ മുഹബ്ബത്തിനെ പടച്ച തമ്പുരാൻ ഇട്ട് കൊടുക്കടാ. ഒരാളുമാർ റായത്തങ്ങ പരിചയിന്നങ്ങ ഉറുത്തയിന്നങ്ങ സമേത എതിര് കണ്ടെങ്കിൽ ഒരു സലാം ചൊല്ലുക സമേത നനഭാവില്ല അയങ്ങ സലാം ഒന്ന് ചൊല്ലണോ ചെന്നിട്ട് നനപ്പേ ആവില്ല. ഒരാളെ മൂസുണ്ട് നോക്കി ഒരാളെ മുഖം നോക്കുമ്പോഴത്തേക്ക് സലാമുടെ ബായിൽ തന്നാളത്തേക്ക് പണ്ടോണ്ട് വേണു വേണ്ടി ചെന്നമല്ല തന്നാളത്തേക്ക് ഉസ്താദ് ഒരു റൂട്ടിൽ പോണ്ടോ വേണ്ട. ഉസ്താദ് പരിചയമില്ലാത്തൊരു പറായത്തൊരു ഉസ്താദ് നിങ്ങളെ റായത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോണ്ടു. അയാളെ ഡ്രസ്സ് കാണുമ്പോഴത്തേക്കോ അയാളെ മുഖം കാണുമ്പോഴത്തേക്കോ അയാളെ ആ നടത്ത കാണേണ്ട സന്ദർഭത്തുള്ള ഈമാൻദാരിയം തന്നാളത്തേക്ക് നിന്റെ ഖൽബിൽ ഉണ്ടാവിടും. ആ ഉസ്താദ് കണ്ടവർക്ക് നിന്റെ ബായിൽ അസ്സലാമു അലൈക്കും സലാം ബത്ത് നീ വേണിട്ടല്ല കാതു വെച്ചിട്ട് ചെന്നതല്ല, കണ്ടവർക്ക് വന്നു പോയത്. നീ ബസ്സിൽ പോണ്ട സന്ദർഭത്തിൽ നിന്റെ ഒട്ടിക്ക് ഒരു ഉസ്താദ് പത്തിട്ട് ടിക്കറ്റ് എടുക്കടവണ് വന്ന കണ്ടക്ടർ വന്ന ടിക്കറ്റ് എടുക്കുന്ന സന്ദർഭത്തിൽ ഉസ്താദ് നിങ്ങളുടെ ടിക്കറ്റ് നാണ് കൊടുക്കൂടേണ്ട. നീ ചെന്നെ ഉസ്താദിനെ പരിചയമില്ല, ഇന്നും പളക്ക പറഞ്ഞിട്ടില്ല, ആറിട്ട് കൊന്നില്ല. ഒട്ടിക കണ്ടവർക്ക് ഒന്ന് ടിക്കറ്റ് കൊടുക്കാണ്ട് മനസ്സായത് ഒന്ന് ഹോട്ടലിൽ കണ്ട ഉസ്താദെ നിങ്ങളത് നാണ് കൊടുക്കണ ബില്ല് നാണ് കൊടുക്കൂടെ. അങ്ങനെ ഈ രൂപത്തിൽ ആ ഉസ്താദ് കണ്ടവർക്ക് സീറ്റ് അണിച്ച് കൊടുക്കൂടെ. പരിചയമില്ല, മുന്നോട്ട് നോക്കിയിട്ടില്ല, കൊന്നില്ലാത്ത ഒരാള് കണ്ടവർക്ക് ആ മനുഷ്യരെ പിരിസഭി കാണ്ട് ആ മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കാണ്ട് ആ മനുഷ്യരെ കാണുമ്പോൾ എണിച്ച് നിൽക്കാണ്ട് കണ്ടവർക്ക് കൊന്നു സലാം ചെല്ലാണ്ട് ഈ രൂപത്തിൽ മനുഷ്യ ആ ഉസ്താദിനെ പരിചയമില്ലാതെ കൊന്നില്ലാത്ത ഏതോ ഒരു റായത്തെ ഉസ്താദിനെ കണ്ടവർക്ക് എങ്ങനെ മോനെ നിന്റെ ഖൽബിൽ അങ്ങനത്തെ അട്രാക്ഷൻ ബന്ധ് എങ്ങനെ നിനക്ക് കൊടുക്കാണ്ട് കൊന്തായത് ആറ് ചെന്ന നിന്റെ തന്നാളത്തേക്ക് വന്നു പോയത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് അത് ഉസ്താദാവനുണ്ടല്ലോ. അല്ലാത്തൊരു സാധാരണ മനുഷ്യവും പൂർണ്ണമായ സുന്നത്ത് പരിപാലനാക്കിടേണ്ട കണ്ടെങ്കിൽ ആ താടില് ആ മീസല് ആ മുഖത്തില് ആ ഡ്രസ്സില് ആ നടത്തത്തില് ആ മുഖത്തില് കണ്ടവർക്ക് ഈമാൻദാരി പുണ്യ ഹബീബിയുടെ സുന്നത്ത് പാലനാക്കടാലുണ്ട് കൊന്താവിടോ. ആ മനുഷ്യരുടെ തന്നാളത്തേക്ക് ഒരു ഗൗരവ ബണ്ട് നിങ്ങളുടെ ഖൽബിലോ, ഒരു ഗൗരവ ബണ്ട ഖൽബിലോ. ഒരു വയസ്സരങ്ങളുള്ള ഒരു ഉസ്താദ് വയസ്സരങ്ങുമ്പോ മക്കൾക്ക് ഞങ്ങളുടെ മേലൊരു ബഹുമാനം ഇല്ല, ഒരു ഗൗരവം ഇല്ല. ഞങ്ങൾ എതിരിലെ കളിക്കിടറ് പൊപ്പയിട്ടറ് ഞങ്ങൾ ഏകവചനത്തിൽ പറയിടറ് മോഡ് ക്ലീൻ ഷേവാക്കിട്ട് ഇന്ന കർമ്പിലത്തെ മുടിക്ക് കറുത്ത പെയിന്റിംഗും കൊടുത്തിട്ടു നിസ്കരിക്കൊക്കെ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ഖുർആാത്തി എന്നോട് റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരു ഹഖുൻ ബാത്തിൽ എന്തിരണ്ട് ഗുന്തില്ലാണ്ടൊരു പ്രാണിയുടെ പോലെ നടക്കണ നിന്റെ ഏതോ പാലക്കാർ മക്കവ ഗൗരവ തന്റെ ബിസേവിടൊരു
നിന്റെ സ്വന്തം മക്ക സമയത്ത് നിനക്ക് ഗൗരവ തരല എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുടെ സുന്നത്ത് പാലാനാക്കത്തെ മനുഷ്യരുടെ ഖൽബിൽ നിന്നിട്ട് പിറസപ്പാട് പടച്ചതമ്പുരാൻ എടുത്തു വിടുക മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കൃതിയുടെ സുന്നത്തായ കർമ്മത്തെ ജീവനത്തിൽ അളവടിക്കാക്കെങ്കിൽ ശത്രുടങ്ങ സമയത്ത് പേടിക്കിടറ് മുഹമ്മദ് മുസ്തഫ ശത്രുടങ്ങ സമയത്തെ പേടിക്കിടറ് മുന്നുള്ളൊരു കാലയും നിങ്ങളെ റായത്തില് ഏത് ഒരു മുബ്യാരിയുടെ ഒരു മുസ്ലിമിടങ്ങളെ കണ്ടവർക്ക് നമസ്കാരാക്കിക്കൊണ്ടിരുന്ന ഒരു കാല അല്ലേ എത്ര വലിയവണും എങ്ങത്തവണും ഒരു മുസ്ലിമിനെ കണ്ടവർക്ക് നമസ്കാര സാഹിബരേ ഇപ്പോ എന്തുകൊണ്ട് അങ്ങനെ അണ്ടത്തങ്ങ മുസ്ലിമായിട്ട് മുസ്ലിമിന്റെ പേര് മാത്രമേ ഉള്ളേ ആയിട്ടില്ല മുന്നുള്ള ഞങ്ങളെ റായത്തില് അങ്ങനെ ചെന്നെങ്കിൽ ഈ അക്രമ സക്രമ ഗവൺമെന്റിന്റെ ജാഗലാക്കി കെട്ടിട്ട് തെച്ചിട്ടിന്നെ ഗവൺമെന്റ് ജാഗല് അക്രമമായിട്ട് അക കെട്ടിട്ട് വേലി കെട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഗൊന്തായപ്പുറത്തേക്ക് ഗവൺമെന്റ് ചെല്ലുന്നത് നീ സക്രമാക്ക് വിട്ടിട്ട് ഓടു നാണ് കവറാക്കട വലിച്ചെടുക്കണ്ടല്ല നീ അത്ര സക്രമാക്ക് 94C 94CC ഏതെങ്കിലും കാണുണൊക്കെ നീ സ്വന്താക്കളപ്പ ജാഗിര ഏക്കരഘട്ട ഗവൺമെന്റ് ജാഗയുടെ സ്വാധീനാക്കിട്ട് കൃഷിയാക്കിട്ട് വേലിട്ടിട്ട് വെച്ചപ്പോ ഗവൺമെന്റ് കിട്ടിപ്പോന്നപ്പോ ഗവൺമെന്റ് ചെല്ലിട്ട് നീ സ്വാധീനാക്ക് നീ സ്വന്താക്കതരെ നിനക്ക് റെക്കോർഡ് വേണോ നിങ്ങൾ ആക്കി തന്ന പഞ്ചായത്തില് ശമ്പളം കൊടുത്തിട്ട് ആളെ പാട്ടോണ്ട് പോയിട്ട് VAD മൗണ്ട് കണ്ടിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ട് റെക്കോർഡാക്കി എടുത്തോളമ്പ കാർഡില്ലാത്തോണ്ട് ചെല്ലിട്ട് വരല എല്ലാവരും കാർഡ് എടുത്തോ പോറുള്ള അരിയില്ലാത്ത ചെല്ലത് ധർമ്മത്തുകൾ ഉറക്ക ചെന്നർ ₹1 ഉറക്കില്ല പിന്നെ ചെന്നാർ ഇല്ലെന്ന് ധർമ്മத்துக்கு തണ്ട് അരിക്കുമ്പോഴേ തിന്നൊറല വോട്ടർ ലിസ്റ്റിൽ പേര് നിങ്ങൾ സേർപ്പാട്ടുള്ള പോയിട്ട് ഇത്ര ടൈം കൊടുക്കത്തില്ല സേർപ്പാട്ടു ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ സേർപ്പാട്ട് ഐഡിയ എല്ലാം എടുത്തോളൂ കാർഡെല്ലാം റെഡിയാക്കി വെച്ചോളൂ ആർട്ടിസ്റ്റ് എല്ലാം സമാക്കോറ് യന്ത്രം വേണ്ടി എടുത്തോളൂ കോരി ഭാരി തന്നോണ്ട് ഗവൺമെന്റ് ഇപ്പൊ ഗവൺമെന്റ് ചെല്ലിട്ട് വോട്ടർ ലിസ്റ്റ് പേര് എങ്ങനെ വോട്ട് ഇടാത്തത് പോലെ വോട്ടർ ഐഡി അങ്ങനെ ക്യാൻസൽ ആവണോ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഇല്ലാണ്ടാക്കണത് അവന്റെ കാറിന്റെ വിത്ര നടന്നു പോകേണ്ടത് പോലെ എങ്ങനെ ആക്കണോ കാർ ഇന്നുകൊണ്ട് കൊടുത്ത ധർമ്മത്തുക്ക് കൊടുത്ത അരിയുടെ എങ്ങനെ വലിച്ചിട്ടുണ്ട് കാർ പാട്ടണോ അവന്റെ ജാഗയുടെ RTC അങ്ങനെ ഇല്ലാണ്ടാക്കണോ അവന്റെ ഔത്ര എങ്ങനെ ഭീതി പാലാക്കണോ അവൻ ഇന്ത്യത്തവണെ അല്ലാണ്ടാക്കട കാണണോ എങ്ങനെ കൊമ്പണ്ടേ ഈ രൂപത്തിൽ ചിന്തന ഉണ്ട് അങ്ങനല്ലേ അവൻ എങ്ങനെ ഈ റായത്തവണല്ലാണ്ടാക്കണം അവന്റെ ഈ റായത്തവണല്ല അവന്റെ പറായത്തവണാക്കണോ അവന്റെ എങ്ങനെ ജയിലിലിട്ടത് അവന്റെ എങ്ങനെ തപ്പ് കണ്ടുപിടിക്കണേ ചെന്നിട്ട് നിങ്ങളുടെ കൊരാൽമാർ ഉസ്താദിൽ എന്തൊരു തപ്പ് കിട്ടുന്നുണ്ട് നോക്കുന്നു ഓണ്ട് ദൗത്തിൽ ചീഞ്ഞ് നറിയുണ്ട് ആ ഏരിയത്തിൽ പോലെ മനുഷ്യന്മാർ പന്നി ബൽത്തരാക പോലെ ഒരാളാക നിസ്കരിക്കാത്തതും നോമ്പുടിക്കാത്തതും മോദിക്ക് ഖുർആൻ ഓതാത്തതും ജാതി കെട്ടതിക്കടെ ഒരാൾ പള്ളി നിസ്കാര ഉസ്താദ് മാത്രം സ്വർഗ്ഗത്തിലേക്ക് പോകണം നരകത്തിക്ക് പോയി പെഞ്ഞിമക്ക നരകത്ത് പോയെങ്കിൽ ബിസിയല്ല ഉസ്താദ് സ്വർഗ്ഗത്തിക്ക് പോകണം അങ്ങനത്തെ ദിക്കട് കൊരിയ ഈ രൂപത്തിൽ എന്ത്ര കിട്ട് ചന്ദ്രക്കാക്കടെ റായത്തവണല്ലാണ്ടാക്കുക വേണമായിട്ട് ഗവൺമെന്റ് അവസ്ഥ പറയുക ഈ സമയത്ത് ഉപയോഗാക്കില്ല എന്തുകൊണ്ടിങ്ങനെ ആയിട്ട് ദൈനംദിന നാശത്തെയും ബേജാറുടെയും മുസ്ലിമിടങ്കു ദുഃഖത്തെയും വിസയല്ലാണ്ട് സന്തോളത്തെ വിസയ അധികാരി വർഗത്തിനിടെ കിട്ടിയോട്ടേയില്ല നേരല്ലേ ദൈനംദിന ഈമാനിന്റെ മുസ്ലിമായ മനുഷ്യക്ക് ദൈനംദിന ബേജാറുടെയും പേടിയുടെയും ദുഃഖത്തെയും വിസയല്ലാണ്ട് നല്ല വിസയ കിട്ടിയോണ്ടേയില്ല പെണ്ണുങ്ങൾ ഇന്ന് നോക്കിയിട്ട് കീസിൽ നിന്ന് കാസുക നോക്കിയിട്ടായത് ബാങ്കിൽ നിന്ന് ബാലൻസ് നോക്കിയിട്ടായത് ഇന്ന പൈസ മുഴുവൻ ഇല്ലാണ്ടായിട്ട് കടലാസ് പോലെ ആക്കിയിട്ടായത് ഇന്റെ പെണ്ണുങ്ങളെ കൽത്തുകും കാതുകും നോക്കിക്കൊണ്ടുള്ള ബംഗാരത്തെ ഉണ്ടോ 100 ഗ്രാമയുടെ ചെന്നിട്ട് പെണ്ണുങ്ങളെ കൽത്ര ബംഗാറ് സമയത്ത് വലിച്ചെടുക്കുന്ന രൂപത്തിൽ നിന്ന് കാണോണ് വന്നോണ്ടുണ്ടോ ദൈനംദിന ഇല്ലാണ്ടാക്കടതെ പുറത്തു ഉണ്ടാവിടത് ഒന്നും കിട്ടിയോണ്ടില്ല എന്തുകൊണ്ടോട് തിരിയണോ ഇസ്ലാമിന്റെ പേരല്ലാണ്ട് ഇസ്ലാം ചില തങ്ങളെ കൽബുകളില്ലാത്തത് കൊണ്ടിട്ടോ ദീർഘചെല്ല മുസ്ലിമേ പടച്ച തമ്പുരാൻ നമുക്ക് തന്നെ അനുഗ്രഹത്തെ ഞങ്ങൾ മറന്നുകൊണ്ടുള്ള ദൈനംദിന അതുകൊണ്ട് നമുക്ക് നാശല്ലാണ്ട് നല്ലത് കിട്ടിയോണ്ടില്ല